ഹായ് ഗൈസ്, അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കാര്യവട്ടത്ത് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോയ ഒരു കുട്ടി വ്ളോഗാണിത്. ദിവളാണ് എൻ്റെ റൂംമേറ്റ് ആയിരുന്നു സാന്ദ്ര. മനസ്സ് വീഡിയോ കേട്ടോ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, ഭയങ്കര ഡിഫറെൻ്റ് ആയല്ലോ. നീ പറഞ്ഞു ഇതൊന്നും. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് തീർന്നില്ലേ? ഇവള് തൃശ്ശൂർ നിന്ന് ട്രിവാൻഡ്രം വന്നത് തന്നെ എന്നെയും കൂട്ടി പാലക്കാട് കീർത്തി ചേച്ചിയുടെ മാരേജിന് പോകാൻ വേണ്ടിയാണ്. അതിനുള്ള ഒരുക്കമാണ് ഈ കാണുന്നത്. സത്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു നൈറ്റ് മാത്രമേ ഉള്ളൂ കഴക്കൂട്ടം. ഇപ്പം തന്നെ 7:30 കഴിഞ്ഞ്. ഇനി വേണം നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്സിനെ കൂടി മീറ്റാക്കാൻ. അപ്പോഴാണ് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയണ പോലെ സാന്ദ്രയ്ക്ക് റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വച്ചിട്ട് പോയ കുറച്ച് സാധനങ്ങൾ കൂടി തിരിച്ച് തൃശ്ശൂർ ബാക്ക് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനുള്ള പോക്കാണിത്. നൈറ്റ് ഫുഡ് കൂടി കഴക്കൂട്ടത്തു നിന്ന് കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം മീറ്റപ്പ് പ്ലേസ് ഗ്രീൻ ഫീൽഡിലോട്ട് പോവാണ്. ഇവരാണ് നമ്മ പറഞ്ഞ ഫ്രണ്ട്സ്. ഇനിയും ഇതിൽ ആൾക്കാർ മിസ്സിംഗ് ആണ്. പലരും പലയിടത്ത് വർക്കിംഗ് ആയി. ട്രിവാൻഡ്രം ഇപ്പോൾ ഉള്ളത് ഇവരൊക്കെയാണ്. ഇന്ന് വ്ളോഗ് എടുക്കുന്ന ജസ്റ്റ് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി എല്ലാ ആദിയുടെ കൈകൾ സുരക്ഷിതമായിരുന്നു. കൊള്ളാം കൊള്ളാം. അപ്പൊ എനിക്കൊന്നും പറയാൻ ഈ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്ന മായയും തൃശ്ശൂർക്കാരിയാണ്. കാര്യവട്ടത്ത് പഠിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം വന്നതാണ്. ആദ്യം റോഹനും ട്രിവാൻഡ്രംകാരി തന്നെയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് 2 പയ്യന്മാര് വന്നിട്ട് ഇങ്ങനെ കാർഡ് തന്നിട്ട് ബോയ് ഫ്രണ്ട് ഉണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു ഉണ്ട് ഇല്ല പറയാൻ നടക്കൂല. പിന്നെ ഇവര് മാർച്ച് 5-നുള്ളില് എന്താ ഇഷ്ടമല്ലാത്തൊരു കാര്യം നടക്കുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു പോയത് ഒന്ന് പറഞ്ഞു. തലമുറയിൽ എല്ലാവരും പാപം ചെയ്യുകയാണ്. പാപത്തിന്റെ പ്രതിഫലം മരണമാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? കാരണം നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കറിയാം, ഒരു മനുഷ്യൻ അവ ജനിക്കുമ്പോൾ ഒന്നും വരുന്നില്ല. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്. ഒന്ന് കൊണ്ടുപോകുന്നു. അപ്പൊ അതാണ് അവര് പറഞ്ഞത്, കർമ്മം ചെയ്താൽ ഫലം കിട്ടും. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചിത. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്തിട്ട് ഓൾമോസ്റ്റ് 4 months എങ്കിലും ആയി കാണും. പക്ഷേ ഈ വോയിസ് ഓവർ ചെയ്യാനുള്ള മടി കാരണം ഇതിങ്ങനെ എഡിറ്റിംഗ് ആപ്പിൽ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. ഇനിയും ഇത് ഇട്ട് ചിതലരിക്കണ്ട എന്ന് കരുതി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് 5 പേർക്ക് 100 കൂട്ടം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും സമയം 11 മണി കഴിഞ്ഞു. നാളെ രാവിലെ യാത്ര തിരിക്കാനുള്ളതുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.